എല്ലാവർക്കും ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകൾ എവിടെ നിൽക്കുന്നു? നമ്മളെ തഖ്വയിലാണ് നിൽക്കുന്നത്. അള്ളാഹു കാണും, ഇത് ചോദിക്കും എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ തഖ്വയുടെയും ഈമാനിന്റെയും ഏറ്റവും നല്ല ഓഹരി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാർക്കാണ്. കാരണം അള്ളാഹുവിന്റെ വാക്കുച്ചരിച്ചുകൊണ്ട് അവരെ സാക്ഷികൾ മുമ്പാകെ, ഏറ്റവും വലിയ സാക്ഷി അള്ളാഹുവാണ്, നമ്മൾ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നു വരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഇത് ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പുകളുടെ കാലമാണ്. സഹോദരന്മാരെ, വളരെ വൃത്തികെട്ട നിലക്കുള്ള ബന്ധങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞും അറിയാതെയുമെല്ലാം. 40 കഴിഞ്ഞിട്ടുള്ള പല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അസ്വാരസ്യങ്ങളാണ്. ഇതൊക്കെ തുറന്നു പറയുന്ന വേദിയായിക്കൊണ്ട് ഇന്ന് പഴയ 10ാം ക്ലാസിന്റെയൊക്കെ ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുമെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നമ്മളുടെ കുടുംബ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാനിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് നബിയെ ഒരു വിരുന്നിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പൊ ആലോചിച്ചു, എന്റെ ആയിഷ, ഞാനും ആയിഷയും ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായിട്ടുണ്ട്, എനിക്കിത് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അയാളോട് ചോദിച്ചു പ്രവാചകൻ, ഞാൻ ആയിഷയെ കൂടെ കൂട്ടട്ടെ, ഞാൻ എന്റെ ആയിഷയെ കൂടെ കൂട്ടിക്കൊണ്ടുവരട്ടെ, അവളും ഭക്ഷണം. അത് പറഞ്ഞില്ല, ആ ഉദ്ദേശത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അയാൾ പറഞ്ഞു, ഞാനത് വീട്ടിൽ പോയി ചോദിച്ചു വരട്ടെ. അങ്ങനെ അയാൾ വീട്ടിൽ പോയി ചോദിച്ചു തിരിച്ചു വന്ന് പറഞ്ഞു, ആയിഷയും കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആതിഥ്യം സ്വീകരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, കൂട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് 10-40 കിലോമീറ്ററുകൾ വണ്ടിയെടുത്തു പോയി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ഭാര്യയെ തന്റെ കൈമണപ്പിക്കുന്നവരായിക്കൂടാ ഭർത്താക്കന്മാർ. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ബിരിയാണി കഴിച്ചു, അവിടെ ചെമ്മീൻ വറുത്തതുണ്ടായിരുന്നു, പൊരിച്ചതുണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷം പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്നവരായി പോകാൻ പാടില്ല ഭർത്താക്കന്മാർ. നീ ഉടുത്താൽ അവളെ ഉടുപ്പിക്കണം, നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കണം, എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനല്ല. നമ്മൾ അവരെയും കൂടെ ഏത് സമയത്തും ഓർക്കാൻ സാധിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചോദിച്ചു, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, താങ്കൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് താങ്കൾ എന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ബിൻത് അബീബക്കർ, അബൂബക്കറിന്റെ മകൾ ആയിഷ എന്റെ സൗജത്ത്, എന്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടെന്നല്ല, സഹോദരന്മാരെ അന്ന് ജീവിച്ചിരിക്കുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് സാരം. അതുകൊണ്ട് ഇതൊക്കെ തഖ്വയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തഖ്വ അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കണം ഭർത്താക്കന്മാരുടെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ വസാമത് ശഹ്റഹ വഹഫലത് ഫർജഹ വഅതാഅത് സൗജഹ ദഖലത് ജന്നത റബ്ബിഹ. ഒരു പെണ്ണ് 5 നേരം നമസ്കരിക്കുന്നു, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നു, അവൾക്ക് സൂക്ഷിക്കാൻ പറഞ്ഞ അവളുടെ ചാരിത്രം സൂക്ഷിക്കുന്നു, വഅതാഅത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുന്നു ഏത് സാഹചര്യത്തിലും, ശിർക്കല്ലാത്ത ഏത് കാര്യവും, ദഖലത് ജന്നത റബ്ബിഹ, അവളെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും. സക്കാത്ത് പറഞ്ഞില്ല, ഹജ്ജ് പറഞ്ഞില്ല, അതിനു പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഭർത്താവിനെ അനുസരിക്കലും സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണം എന്നുള്ളതാണ്. സഹോദരന്മാരെ, ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഏറ്റവും വലിയ യോഗ്യതയായിക്കൊണ്ട് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല വഫാത്തായത്, നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴല്ല വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിഷമങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, അത്രയും ഭാര്യമാരുണ്ടായിട്ടും എന്റെ നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ട് ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് ആശ്വാസം നേടണം എന്ന് പറഞ്ഞ ആശ്വാസത്തോടു കൂടി പ്രവാചകൻ കിടന്നതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും എന്റെ ഉമിനീരും തമ്മിൽ ചേർന്നു, എന്റെ പല്ലുകൊണ്ട് ചതച്ചരച്ച അറാഖിന്റെ കൊള്ളി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ. സഹോദരന്മാരെ, ആ ഒരു സമാധാനം ഭാര്യയിൽ നിന്ന് കിട്ടണം, അത് കൊടുക്കാൻ ഓരോ ഭാര്യമാർക്കും സാധിക്കണം. വീട്ടിലേക്ക് ചെന്നാൽ അവൾ എനിക്ക് സമാധാനം തരും എന്ന വിചാരത്തോടു കൂടി വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരു ഭർത്താവിന് സാധിക്കുമ്പോഴേ തഖ്വ